4 തരത്തിലുള്ള മണി പേഴ്സണാലിറ്റീസ് ആണ് ഉണ്ടാവുന്നത് ആൾക്കാരിൽ. നിങ്ങൾക്കറിയോ, നിങ്ങൾ ഏത് പേഴ്സണാലിറ്റിയാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ലൈഫിനെ ഒത്തിരി അധികം നിങ്ങൾക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഒന്നാമത്തെ തരം ആൾക്കാരാരെന്നറിയോ? സേവേഴ്സ് ആണ്. അവരെന്ത് കാശ് കിട്ടിയാലും അവർ സേവ് ചെയ്യും. അവർക്ക് സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബഡ്ജറ്റഡ് ആയിട്ട് വളരെ മിനിമം ആയിട്ട് മാത്രമേ അവർ സ്പെൻഡ് ചെയ്യുള്ളൂ. പക്ഷെ ഒരു സേവിങ് അതായിരിക്കും. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡറാണ്. അവർക്ക് കാശ് കിട്ടുന്നതിന് മുമ്പേ അവർ സ്പെൻഡ് ചെയ്യും. അവസാനം അവരെന്ത് ചെയ്യും? 10-ാം തീയതി ആകുമ്പോൾ തന്നെ കാശ് 30-ാം തീയതി കിട്ടി, 5-ാം തീയതി ആകുമ്പോൾ തന്നെ അവരുടെ കാശ് സ്പെൻഡ് ചെയ്ത് തരും. പിന്നെ അവർ വിഷമിച്ചിരിക്കും. മൂന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇൻവെസ്റ്ററാണ്. അവർക്കൊരു പൈസ കിട്ടി അപ്പം തന്നെ അവർ എങ്ങനെ ഈ പൈസ ഇരട്ടിയാക്കാം അല്ലെങ്കിൽ 3 ഇരട്ടിയാക്കാം ഇതിലേക്കായിരിക്കും നോക്കണേ. ഒരു പൈസ അവർ എന്ത് ചെയ്യില്ല, സ്പെൻഡും ചെയ്യില്ല. അവർ ഇൻവെസ്റ്റ്മെന്റ് ഇത് മാത്രം ചിന്തിക്കും. നാലാമത്തെ ആൾക്കാരുണ്ട്. അവർ ബാലൻസ്ഡ് ആയിട്ട് പോണ ആൾക്കാരാണ്. അവർ സ്പെൻഡ് ചെയ്യും, സേവ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. ഈ 3 കാര്യങ്ങൾ അവർ ചെയ്യും. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. അവരുടെ ലൈഫിൽ ഭാവിയെ പറ്റി അവർക്ക് യാതൊരു പ്രശ്നം ഉണ്ടല്ലോ. കാര്യം അവർക്ക് എഫേർട്ട്ലെസ് ആയിട്ട് പണം ഉണ്ടാവും. നിങ്ങൾ ഏത് പേഴ്സണാലിറ്റി ആണെന്ന് കമന്റ് ചെയ്തിട്ടോ.